ഹലോ ഹായ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നമ്മുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞു വരുന്ന നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് പ്ലസ് നമുക്ക് നെക്സ്റ്റ് ഡേയ്സിലുള്ള ലെവൽസ് കാര്യങ്ങളാണ് നമ്മൾ മീൻസ് ചെക്ക് ചെയ്യുന്നത്. വിത്ത് നമുക്ക് OA അനാലിസിസ്, FIDA ഡാറ്റ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിന് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദെൻ നമ്മുടെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ വന്നാൽ നിങ്ങൾക്ക് ലൈവായിട്ട് മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും കിട്ടും. മീൻസ് മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസ്, സപ്പോർട്ട് അതൊക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ മാർക്കറ്റിൽ ഇത് മീൻസ് നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ടെലിഗ്രാം ചാനലിൽ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ഫോളോ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പോയാൽ അറിയാം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇനി അധികം സമയം കളയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ മാർക്കറ്റ് അനാലിസിസിലേക്ക് പോവാം. നമുക്ക് ലാസ്റ്റ് ഫ്രൈഡേയില എങ്ങനെ ഉണ്ടായെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിഫ്റ്റി ഫ്രൈഡേയിലെ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയായിരുന്നു. ദെൻ മൂവിങ് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. നമ്മൾ ഈ യെല്ലോ ലൈൻ തന്നെ കൊടുത്തത് നമുക്ക് രണ്ട് സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. 21,700 ആൻഡ് 21,600 ഒരേ രീതിയിൽ കോൾ ആൻഡ് പുട്ട് അവിടെ നമുക്ക് ഒരേ രീതിയിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി ആ ലെവൽ തന്നെയല്ലേ ഫോളോ ചെയ്തതെന്ന് നോക്കും. അപ്പോൾ നമുക്ക് ആ ലെവൽസിൽ വന്നു ഓപ്പൺ ആയി, ദെൻ താഴേക്കൊരു സ്ലോ മൂവ്മെന്റ് താഴേക്ക് തന്നു. ദെൻ അതോടൊപ്പം തന്നെ നമുക്ക് ഡിമാൻഡ് സോണിൽ വന്ന് ടച്ച് ചെയ്തു. ദെൻ അവിടെ നേരെയും വീണ്ടും ആ ലെവലിൽ തന്നെ വന്ന് ക്ലോസ് ചെയ്തു. ഒരു മാർക്കറ്റിന്റെ നിങ്ങൾക്കൊരു അനാലിസിസ് നോക്കിയാൽ തന്നെ ഫുള്ളി കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആയിട്ട് വിത്ത് ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ബയാസ് ആയിരുന്നു നിഫ്റ്റിയിൽ ഫ്രൈഡേ ഉണ്ടായിരുന്നത്. ഓൾറെഡി നമ്മളത് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇനി നമ്മൾ ഇനി നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ വരുമ്പോൾ ഫ്ലാറ്റ്, നമ്മൾ പറയുന്നത് ഫ്ലാറ്റ് ടു പോസിറ്റീവ്, സെയിം നിഫ്റ്റിയുടെ മാതിരി തന്നെ ഒരു നെഗറ്റീവ് ബയാസിൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞുതരാം. ഇവിടെ ബാങ്ക് നിഫ്റ്റി കറക്റ്റ് ബ്രേക്ക് ചെയ്തു, കാരണം സോൺ ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ക്യാൻഡിൽ വന്നു. ദെൻ അവിടെ വന്നു, പിന്നെ നമുക്ക് ഇവിടെ റീടെസ്റ്റ് ഒക്കെ വന്നിട്ട് വേണമെങ്കിൽ ഒരു താഴേക്ക് പോവാം. ബട്ട് അവിടെ എന്തായിരുന്നു, ഈ ഒരു ടൈമിൽ നോക്കി നിഫ്റ്റി അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ നോക്കാം. മീൻസ് നിഫ്റ്റി നോക്കൂ, ഒരു അറൗണ്ട് 2 o'clock കഴിഞ്ഞതിന് ശേഷം ബാങ്ക് നിഫ്റ്റി താഴേക്ക് മൂവ്മെന്റ് കാണിക്കുമ്പോൾ നിഫ്റ്റി അവിടെ താഴേക്ക് വന്നിട്ടില്ല, ഡിമാൻഡ് സോണിൽ നിൽക്കുകയാണ്. കണ്ടോ, നിഫ്റ്റിയും അവിടെ ഡിമാൻഡ് സോണിൽ വന്നിട്ട് ഹോൾഡ് ചെയ്തു. അപ്പൊ അവിടെ ഡിമാൻഡ് സോണിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അവിടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ആ ഒരു സോണിൽ വന്നു, നിഫ്റ്റി അവിടെ സപ്പോർട്ട് എടുത്തു തിരിച്ചുപോയി. ദെൻ ബാങ്ക് നിഫ്റ്റി അപ്പോൾ അത് എന്തായി, അവിടെ നിന്ന് താഴേക്ക് ഈ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തു. നമ്മൾക്ക് ആ ഫോർമേഷൻ അതോടൊപ്പം തന്നെ നമ്മൾ നിഫ്റ്റിയോ അല്ലെങ്കിൽ ഇപ്പൊ നിഫ്റ്റിയാണ് ബ്രേക്ക് ചെയ്യാൻ, അതിൻ്റെ ഒപ്പം തന്നെ ബാങ്ക് നിഫ്റ്റി എന്തായിട്ടുണ്ട്, അങ്ങനെ നമ്മൾ ഒരുമിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഡിമാൻഡ് സോൺ ആണെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂസ് മൂവ്മെന്റ് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് എന്തായി, ഇവിടെ താഴെ വന്നു, ഇവിടെ സപ്പോർട്ട് എടുത്തു. ദെൻ ബാങ്ക് നിഫ്റ്റി നേരെ പോയി. ഇവിടെയൊക്കെ ഇനി ഇവിടെ ഒരു ബ്രേക്ക് ഡൗണിന് വേണ്ടി നോക്കിയാലും അവിടെ നമുക്ക് ഒരു SL ഹിറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഫോർ ബയേഴ്സ് അവിടെ നിന്ന് നേരെ മേളിലേക്ക് പോയി. ഇതോടൊപ്പം നമ്മൾ ഒരു പോയിന്റും കൂടി പറഞ്ഞു, നമുക്ക് അവിടെ നമ്മളൊരു യെല്ലോ ലൈനാണ് അവിടെ നമ്മൾ കൊടുത്തത്. മീൻസ് നമുക്കൊരു +300 ആൻഡ് -300 ഒക്കെ ഒരു ലെവലിൽ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യും. അത് നമുക്ക് എക്സാക്ട്ലി കാണാൻ പറ്റിയില്ല. ഒരു 300 ഒക്കെ എബോവ് വന്നു സെല്ലിങ്, ഇവിടെ നമുക്ക് എബോവ് വന്നപ്പോൾ സെല്ലിങ് വന്നിട്ട് താഴെ വന്നു 700 to 800 ലെവൽസിൽ വന്നു ബൈയിങ് വന്നു. അപ്പോൾ ആ ഒരു ലെവൽസിൽ 48K എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റാഡിൽ അന്നും ഫോം ചെയ്തെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസ്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ OA അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഡേയിലേക്ക് നോക്കാം. കമ്മിങ് വീക്ക്. അപ്പോൾ 21,700 സ്ട്രാഡിൽ തന്നെ ഉണ്ട്, വിത്ത് ഒരു പോസിറ്റീവ് ബയസിൽ പുട്ട് കൂടുതലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. മാക്സിമം കോള് 22 തന്നെയാണ്. മാക്സിമം പുട്ട് വരുന്നത് 2500 2400 എന്ന് നമുക്ക് 2500 വെച്ച് തന്നെ മൂവ് ചെയ്യാം. ബിക്കോസ് ഇനി ഇവിടെ നിന്നൊരു താഴേക്ക് വന്നാൽ ഇവിടെയൊക്കെ ഒരു ചെറിയ കോള് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒരു കൺസോൾട്ടേഷൻ, നമുക്ക് ഒരുപാട് താഴേക്ക് പോവില്ല എന്ന് തന്നെ വിചാരിക്കാം. വിത്ത് PCR 1 ആണ്. PCR 1 എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് സൈലാണ്. ബട്ട് അവിടെയും കോൾ ബിൽഡിങ് വന്നുണ്ട് താഴെ, അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ വന്നാൽ നിഫ്റ്റിയുടെ ലെവൽസ് വന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 2600 ഇപ്പൊ സ്ട്രാഡിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഷോർട്ട് സ്ട്രാഡിൽ 2600 സെയിം കുറച്ച് പുട്ട് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. എന്നാലും അതിൻ്റെ ഒപ്പം തന്നെ കോളും ഉണ്ട്. അപ്പോൾ ആ സ്ട്രാഡൽ ഫോർമേഷൻ തന്നെ അവിടെ നമ്മൾ ഹോൾഡ് ചെയ്യാണ്. 2700 ആണ് മോസ്റ്റ്ലി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവല് 21700 തന്നെയാണ്. സോ അപ്പോൾ 21700 ആൻഡ് 21800 ചെറിയ രീതിയിലുള്ള ഒരു കോള് മാത്രമേ ഉള്ളൂ, അവിടെയും പുട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ മൊത്തത്തിലൊക്കെ 21600 to 21800 ആ ഒരു ലെവലിൽ നിഫ്റ്റി ഹോൾഡ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. നമ്മൾ അവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് പറയുന്നില്ല. അവിടെയൊക്കെ നമുക്ക് കൺസോൾട്ടേഷൻ, നമ്മൾ ആ ലെവലിലൊക്കെ ഓപ്പൺ ചെയ്താലും നമുക്ക് അവിടെ ഒരു കൺസോൾട്ടേഷൻ ഫോർമേഷൻ ആവാനാണ് ചാൻസ് കൂടുതൽ. സോ അപ്പോൾ അവിടെ നമ്മൾ കുറച്ചൊന്ന് ഹെവി ആയിട്ട് അത് വരക്കാണ്. ഇത് റെഡ് അല്ല, ഇവിടെയാണ് ഓപ്പൺ ആവണമെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ വേസ് ഇതിൽ ഈ 3 ലെവൽ നമുക്ക് ഒരു കൺസോൾട്ടേഷൻ വേസ് മാർക്കറ്റ് ഫോം ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ദെൻ നമുക്ക് ഇനി അന്ന് ആ ദിവസം മീൻസ് ഇനി നമുക്ക് മൺഡേ ആണ് ഓപ്പണിംഗ്. അപ്പോൾ മൺഡേ ഓപ്പണിംഗ് വരാൻ നേരത്ത് അന്ന് എങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ് വരുന്നേക്കുന്നതെന്ന് മാത്രം, പ്ലസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോൺസിന്റെ ബ്രേക്ക്ഔട്ട് എങ്ങനെയാണ് തരുന്നത്, അതോടൊപ്പം തന്നെ OI എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അൺവൈൻഡിങ് നടന്നിട്ടുണ്ടോ എന്ന് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത മീൻസ് അടുത്തൊരു ബിയറിഷ് ആണോ അല്ലെങ്കിൽ അവിടെ നമുക്ക് ബുള്ളിഷ് ആണോ എന്നുള്ള കാര്യം അതിന് അന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അന്ന് ട്രേഡ് ചെയ്യണനുസരിച്ചാണ് നമുക്ക് ആ ലെവല് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സ്റ്റിൽ 48K സ്ട്രാഡിൽ തന്നെയാണ് ഫോം ചെയ്ത് വരുന്നത്. ചെറിയൊരു റെസിസ്റ്റൻസ് 48,500 ചെറിയ സപ്പോർട്ട് 47,500 കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് നമുക്ക് ഇവിടെയൊന്നും സ്ട്രാഡിലോ സ്ട്രാങ്കിളോ ആയിട്ട് വേറെ രീതിയിലൊന്നുമില്ല. റെസിസ്റ്റൻസ് തന്നെയാണ് 48,500 സപ്പോർട്ട് 47,500 ആണ് സ്ട്രാഡിൽ. അപ്പോൾ ഇത് തന്നെ 48,500 നമ്മൾ ഓൾറെഡി റെസിസ്റ്റൻസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ 47,500 ഓൾറെഡി സപ്പോർട്ടും വെച്ചിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ഈ ഒരു ലെവലിലുള്ള കൺസോൾട്ടേഷനും സ്റ്റിൽ ഗോയിങ് ഓൺ ആണെന്ന് നമുക്ക് തന്നെ പറയാം. കാരണം അതിന്റെ ഇടയിൽ വേറെ കോളോ പുട്ടോ ഒന്നും ബിൽഡ് ചെയ്തിട്ടില്ല ബാങ്ക് നിഫ്റ്റി ഫോളോയിങ്. അപ്പോൾ നമുക്ക് ഫ്രൈഡേയിലെ കാര്യങ്ങൾ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്തു പോകുന്നത്. സോ അപ്പോൾ അത് രണ്ടും നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് കിട്ടി. ഇനി ഹോൾ മാർക്കറ്റ് എങ്ങനെയാണ്, FIs ഒക്കെ എങ്ങനെയാണ്, നമുക്ക് മാർക്കറ്റിന് പോസിറ്റീവായിട്ടാണോ കണ്ടേക്കണേ എന്നുള്ള അനാലിസിസും കൂടി നോക്കാം. അപ്പോൾ FIsന്റെ സമ്മറി ആണ് ഇതിൽ. അപ്പോൾ ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഫ്രൈഡേയില് നമ്മൾ തേഴ്സ്ഡേ വെച്ച് നോക്കാൻ നേരത്തെ FI ഇൻഡെക്സിൽ മൈൽഡ് ബുള്ളിഷ് ആൻഡ് FIs ഓപ്ഷൻസിൽ മീഡിയം ബുള്ളിഷ് നമുക്ക് പോസിറ്റീവ് ആയിരുന്നു. ദെൻ ഇതിൽ നമുക്ക് ഓപ്ഷൻസിൽ നെഗറ്റീവ്. സോ നമുക്ക് അവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാം. ആൻഡ് ഇൻഡെക്സിൽ മീഡിയം ബുള്ളിഷ്, അത് ഈക്വലി മീഡിയം ബുള്ളിഷ് ആൻഡ് ഇൻഡെക്സിൽ ബുള്ളിഷും ഓപ്ഷൻസിൽ ബിയറിഷും. ഇൻഡെക്സിൽ ബുള്ളിഷ് ആണെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് ഒക്കെ നമുക്ക് ഒരു പോസിറ്റീവ് തന്നെ ഉണ്ടെങ്കിൽ ഓപ്ഷൻസിൽ ബിയറിഷ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ബിയറിഷ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് നല്ലൊരു മൂവ്മെന്റ് മേലേക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഇനി അതിന് അനുസരിച്ച് മൂവ്മെന്റിൽ ലെവൽസ് കാര്യങ്ങളൊക്കെ മാറിയാൽ മീൻസ് ഓപ്ഷൻസിലെ ചേഞ്ച് വന്നാൽ ഓപ്ഷൻസ് കൂടി പോസിറ്റീവായി നമുക്ക് ബുള്ളിഷ് കിട്ടും. സെയിം തന്നെ നമുക്ക് താഴേക്കാണെങ്കിലും സെയിം നമുക്ക് താഴെയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ ചാൻസ് കൂടുതലാണ്. മീൻസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ബുള്ളിഷ് ആയതുകൊണ്ട് ഒരുപാട് താഴേക്ക് പോകില്ല. അതോടൊപ്പം നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസിൽ മീൻസ് കോൾ ആൻഡ് പുട്ട് ഒക്കെ ഓപ്ഷൻസിൽ ബിയറിഷ് ആയതുകൊണ്ട് മീഡിയം ബിയറിഷ് ആണ്. ബിയറിഷ് ആയതുകൊണ്ട് അവിടെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനും അവിടെയും നടക്കും. നമുക്ക് ഒരു കോൾസിലോ പുട്ടിലോ എവിടെയെങ്കിലും ഒരു കൺസോൾട്ടേഷൻ ഫോം ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ദെൻ ഇനി നമുക്ക് പ്രോ വെച്ച് നോക്കുമ്പോൾ പ്രോ രണ്ടിലും ബിയറിഷിലേക്ക് വന്നിട്ടുണ്ട്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ബിയറിഷ് ആണ്, ഇൻഡെക്സ് ഓപ്ഷൻസിലും ബിയറിഷ് ആണ്. ബട്ട് സ്ട്രോങ് ബിയറിഷ് ആയിട്ട് ആരും വന്നിട്ടില്ല, മൈൽഡ് ബിയറിഷ് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു നെഗറ്റീവ് ബയാസ്, കൺസോൾട്ടേഷൻ വിത്ത് ഒരു നെഗറ്റീവ് ബയാസിലാണ് FISും ആൻഡ് പ്രോയും ഒക്കെ നോക്കുന്നത്. കാരണം ഇന്നലെ നമുക്ക് മീൻസ് തേഴ്സ്ഡേ നമുക്കൊരു ബുള്ളിഷ് സെന്റിമെന്റ് ആയിരുന്നു, ഓവറോൾ നമുക്ക് സ്ട്രോങ് ബുള്ളിഷ് ഒക്കെ ആയിരുന്നു തന്നത്. ബട്ട് നമുക്ക് ഫ്രൈഡേയിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചൊരു ബിയറിഷ് സെന്റിമെന്റ് ആണ് തന്നത്. ബിക്കോസ് മാർക്കറ്റും ഒരു ബിയറിഷ് സെന്റിമെന്റ് ആയിരുന്നു ഒരു മൂവ്മെന്റ് നടന്നത്. അതിന്റെയൊക്കെ ഒരു ഇതും കൂടി അതിലുണ്ടാവും. നമുക്ക് ഇനി മൺഡേയിലെ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നമുക്കൊരു കൺഫർമേഷൻ അവിടെ നിന്ന് എടുക്കാം. ദെൻ ഇനി നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസിന്റെ ഒരു ചാർട്ട് അനാലിസിസ് നോക്കുമ്പോൾ ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഒരു ബിയർ സെന്റിമെന്റിൽ നിന്ന് മാറിയിട്ട് മേളിലേക്ക് ഒരു പോസിറ്റീവിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഹ്യൂജ്ലി റെസിസ്റ്റൻസ് ഫോം ചെയ്തതായിട്ട് കാണാം. എനിവേ മാർക്കറ്റ് FI കോൾ ചേഞ്ച് വരുന്നത് 71 ബുള്ളിഷിലേക്ക് വരുന്നുണ്ട്. പുട്ട് ചേഞ്ച് വരുന്നത്
2.2 ലാക്ക് ബിയറിഷിലേക്ക് വന്നു. അതായത് കോൾസിനേക്കാളും പുട്ട് നല്ലോണം രീതിയിൽ വരുന്നുണ്ട്. ബട്ട് നമുക്ക് നല്ല സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ താഴെ നിന്ന് നല്ല സപ്പോർട്ടും വരുന്നുണ്ട്, പ്ലസ് നമുക്ക് മേളിലേക്ക് നല്ല റെസിസ്റ്റൻസും ഫോം ചെയ്ത് വരുന്നുണ്ട് എന്നർത്ഥം. ഇവിടെ ഒരു ബിയറിഷ് ആയിരുന്നത് ഇപ്പൊ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ട്. ഓവറോൾ നല്ല രീതിയിൽ ബുള്ളിഷ് ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു കൺസോൾട്ടേഷൻ വിത്ത് ഇവിടെ നമുക്കൊരു കൺസോൾട്ടേഷൻ തന്നെയാണ് ഓവറോൾ പറയാൻ പറ്റുക. ഇവിടെ നമുക്കൊരു നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസും ഫീൽ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നല്ല രീതിയിലൊരു ഗ്യാപ്പ് അപ്പ് വന്നെയാണെങ്കിൽ അവിടെ നമുക്കൊരു കൺസോൾട്ടേഷൻ പ്രതീക്ഷിക്കാം. ഇനി താഴെയാണെങ്കിലും ഒരു സപ്പോർട്ട് എടുത്തിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ വൈസ് തന്നെയാണ് നമുക്ക് ഇൻഡെക്സ് FIDA ഡാറ്റ എന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. ദെൻ നമുക്ക് ക്യാഷ് മാർക്കറ്റും കൂടി നോക്കാം. ക്യാഷ് മാർക്കറ്റിൽ FAS ബൈ സൈഡ് ഉണ്ട് 1600 ആൻഡ് AAS സെൽ സൈഡ് ഉണ്ട്. മോർ ദാൻ FASന്റെ ആണ് -3500 ക്രോറിന്റെ അടുത്ത് വരുന്നുണ്ട്. എനിവേ അതൊരു ജസ്റ്റ് ക്യാഷ് മാർക്കറ്റ് ആണ്. അവിടെ നമുക്ക് ഒരു വലിയൊരു ഡയറക്ഷൻ കാര്യങ്ങളും ഇപ്പോഴും നമുക്ക് ക്ലിയർ അല്ല. അപ്പോൾ എങ്ങനെ വന്നാൽ FADA ഡാറ്റ വെച്ചിട്ട് നമുക്കൊരു +2 ഒരു പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നൊക്കെ പറയാം. മീൻസ് മിക്സഡ് വ്യൂസ് ആണ് നിഫ്റ്റി FADA ഡാറ്റയിൽ നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും വെച്ച് നോക്കുമ്പോൾ കാണാം. എനിവേ നമ്മൾ ഓപ്ഷൻ ചെയിൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്ട്രാഡൽ ഫോർമേഷൻ ഉണ്ട്. സോ അപ്പോൾ അത് രണ്ടും കൂടി വായിക്കുമ്പോൾ നമുക്കൊരു മീഡിയം ടു ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നമുക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. എനിവേ നമുക്ക് പിന്നെ അതൊരു 1 ഡേ ക്യാൻഡിലും കൂടി വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഇത് ലാസ്റ്റ് ഡേയുടെ ഇതാണ്. ഇനി നമുക്കത് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു ലോ വന്നു, പിന്നെ ഹൈൻ്റെ അത് ഇതാക്കിയിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എനിവേ അവിടെ നമുക്ക് ഒരു റീടെസ്റ്റും തന്നിട്ടുണ്ട്. ഈ റീടെസ്റ്റിന് ശേഷം ഇവിടെ നമുക്കൊരു ബുൾ ക്യാൻഡിൽ നമുക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഇവിടെ നമുക്കൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. നമുക്ക് അവിടെ ഒരു ഫോർമേഷൻ ആയിട്ട് നല്ലൊരു ക്യാൻഡിൽ വന്നില്ല. ബട്ട് നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ ആണ് പ്രതീക്ഷിക്കുന്നത്. മീൻസ് ഈ ഒരു റേഞ്ച് വിട്ടാൽ നമുക്ക് എങ്ങനെ വന്നാലും നല്ലൊരു അപ്സൈഡ്, ഇനിയും നമുക്ക് നല്ലൊരു മൂവ്മെന്റ് പിന്നെയും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ 2200 കോളിന്റെ അൺവൈൻഡിങ് കാണാനും കഴിയണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് 22 അൺവൈൻഡിങ് വന്നാൽ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ബുള്ളിഷ് കിട്ടും. അതല്ല എങ്കിൽ ഈ സ്ഥലത്തൊക്കെ നമുക്ക് റെസിസ്റ്റൻസ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ കറന്റ്ലി മാർക്കറ്റ് നമുക്ക് ഒരു സപ്പോർട്ട് തരുന്നുണ്ട്, അതോടൊപ്പം നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസും ഫോം ചെയ്ത് വരുന്നുണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഒരു സൈഡ് വേസ് മൂവ്മെന്റിലാണ് ബാങ്ക് നിഫ്റ്റി പറയുന്നത്. നമ്മൾ ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയുടെ സൈഡ് വേസ് മൂവ്മെന്റ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. കുറച്ച് നാൾ മുമ്പ് വരെ ബാങ്ക് നിഫ്റ്റിക്ക് ആ ലെവൽ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ അപ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് മൂവ്മെന്റ് ആവുന്ന പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്കൊരു മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോർമേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. എനിവേ ഇനി നമുക്ക് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നില്ല, ബട്ട് നമുക്ക് താഴെ നല്ലൊരു ബുള്ളിഷ് സെന്റിമെന്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈക്വൽ ഫോർമേഷൻ ആണ് നമുക്ക് ഇതിൽ ഓപ്ഷൻസ് ചെയിനും നോക്കുമ്പോഴും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ FIDA ഡാറ്റ ചെക്ക് ചെയ്യുമ്പോഴും കാണാൻ കഴിയുന്നത്. സോ അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആൻഡ് അതോടൊപ്പം നിങ്ങൾ ചാനലും കൂടി സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. സോ എന്നാലേ നമുക്ക് കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്തു പോകാനുണ്ട്. നമുക്ക് ഫോൾസ് ബ്രേക്ക് ഔട്ട് ഒക്കെ എങ്ങനെ ഒഴിവാക്കാം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഓപ്ഷൻസ് ബയേഴ്സ് ഉണ്ടെങ്കിലും അവർക്കും കുറച്ചും കൂടി ഹെൽപ്പ് ആവും. മീൻസ് ഒരു സപ്പോർട്ട് എവിടെയുണ്ട്, റെസിസ്റ്റൻസ് എവിടെയുണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ തന്നെ അതോടൊപ്പം മാർക്കറ്റിന്റെ ഹോൾ സെന്റിമെന്റ് എന്താണ് അതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഇപ്പൊ നല്ല രീതിയിൽ സെന്റിമെന്റ്സ് നമുക്ക് പോസിറ്റീവ് അല്ല. സെന്റിമെന്റലി മാർക്കറ്റ് ഇപ്പോൾ കൺസോൾട്ടേഷൻ ആയിരുന്നെങ്കിൽ പിന്നെ നമ്മൾ സപ്പോർട്ടിൽ വന്നാലും ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പുഷ് ബാക്ക് മേളിലേക്ക് കിട്ടില്ല. ദെൻ താഴേക്കും ചിലപ്പോൾ നമ്മൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലും നമുക്ക് അതൊരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽസ് ഒന്നും ഫോർമേഷൻ വന്നില്ല എങ്കിൽ നമുക്കൊരു അവിടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയുടെ ക്യാൻഡിൽസ് ഇങ്ങനെ വന്നാൽ തന്നെ നമുക്ക് അതൊക്കെ നമ്മൾ ചിലപ്പോൾ ഫാൾസ് ബ്രേക്ക് ഔട്ടിലോ അങ്ങനത്തെ രീതിയിലേക്കൊക്കെ പോവാം. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളും കൂടിയൊക്കെയാണ് ഉൾക്കൊള്ളിച്ച് നമ്മൾ ഈ ഇന്നത്തെ ഡിസ്കഷൻ മാക്സിമം നമ്മൾ നോക്കുന്നത്. പക്ഷെ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഈ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മാർക്കറ്റിനെ പറ്റി എല്ലാ ദിവസവും ഒന്ന് അറിഞ്ഞിരിക്കുക. സേഫ് ആയിട്ടുള്ള ട്രേഡിൽ മാത്രം കയറുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.